പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് യോഗ്യനാകുവാൻ സഹോദരങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ.
ചീടുന്നു ആയവരേ ഈ ദേവാലയ നീതിയിൽ പങ്കാളികളായോ ദേവരെയും Mariam diletok Yohanon damdok Henun nahung lok mapison aklofain Esraham alay സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും എടുപ്പമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദകൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടി ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ വിശ്വാസംരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയിലായിസോ, കുരിയിലായിസോ, കുരിയിലായിസോ. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊല്ലിക്കേ ഈ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭതൻ ശാപം പലതരമുപദേശങ്ങളോ ആരിമുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ്ലിഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരക്കുമോ. ശ്ലീഹായുടെ വനസ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവ് ജനിച്ചത് യൂദായുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ്. ഈ വംശത്തിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് മോശെ ഒന്നും പറഞ്ഞിട്ടില്ല. മൽക്കിസദേക്കിന്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യക്ഷനാകുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു. ഇവനോ ശാരീരിക ജനക്രമം അനുസരിച്ചല്ല, പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത്. എന്തെന്നാൽ നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നുവെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ട്. ബാരക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളണച്ചിടുവിൻ കർത്തൃപ്രാകാരി നിർമ്മല ആശയുമാ. കർത്തനെ സ്തുതി മദ്ദഹാവന്തി. ഹല്ലേലൂയ.
ബാരഖ്യമോർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. ബാർക്കുമോർ ശ്ലോമോ ലഖുൽഖൂൻ. അങ്ങയുടെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. എവൻഗേലിയോൻ ഖാദിശോദ് മോറാനേശും ശിഹോ സ്വർഥോ മഖ്യോനേസോദ് മെൻ ലൂക്കോസ് മസബറോനോ ദം സാബർഹായി ഉഫുർഖോനോ ലഉൽമോ. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ യേശുവിന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സാബനോ ഹോക്കീൽ ദംദ യൊൽദേദ മോറൻ വാലോഹാൻ ഉഫുർഖോദിലാനേശും ശിഹോ മെൽസോദ് ഹായി ആലോഹോ ദസ്ബാസ മെൻ ബസുൽഥോ കാദിസ്തോ മറിയാം ഹോലേന്ദേനോ കാനഹോ ആയി. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. ഉശൈനോ ലഖുൽഖൂൻ. ദൈവജനനീ കന്യകേ പരിമളം ധൂപത്തോ ദുംനീചന്തം നിന്നോർമ്മ മാറി നിന്നോട് പ്രാർത്ഥനയാ യോഗവ്യാപകമാശാമി തിരുസഭതന്നെ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട തോമസ് അച്ച, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വലിയ പറമ്പിൽ കുടുംബാംഗങ്ങളെ, ഇന്ന് വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ശുശ്രൂഷകൻ ഇവിടെ ഇരിക്കുന്ന ബോർഡ് എടുത്ത് മാറ്റി വെച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇത്രയും നാളും ഈ കഴിഞ്ഞ ഒന്നര മാസത്തോളം അവിടെ ഇരുന്നത് വചനിപ്പ് കാലം എന്ന് എഴുതി വച്ചിരുന്ന ബോർഡാണ്, അല്ലെങ്കിൽ സൂബോറോ കാലം. ഇന്നു മുതൽ ആ കാലം മാറുന്നു, യൽദാ കാലം. സത്യത്തിൽ ക്രിസ്മസ് നമുക്കറിയാം, നമ്മൾ 25-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഈ ഞായറാഴ്ചയോട് കൂടി ക്രിസ്മസിൻ്റെ ആ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതിൻ്റെ എക്കാലത്തെയും മനോഹരമായ മഹത്തരമായ ഓർമ്മ നാം ആഘോഷിക്കുന്ന ദിവസങ്ങൾ. മലങ്കര സഭയിൽ, കേരള കത്തോലിക്കാ സഭയിൽ ഇന്ന്
ബൈബിൾ ഞായറായിട്ട് ആചരിക്കുന്ന ദിവസം കൂടിയാണ്. വചനം അതിൻ്റെ സർവമഹത്വവും അതിൻ്റെ മനുഷ്യനോടുള്ള താതാത്മ്യവും പ്രാപിക്കുന്ന ആ വലിയ സന്ദർഭത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഇതിലും നല്ല ഒരവസരം, നല്ലൊരു ദിവസം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതിൻ്റെ അനുസ്മരണ വചനവർഷമാണ് സഭയിൽ ഈ കാലത്ത് ആചരിക്കപ്പെടുന്നത്. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനവും അതിൻ്റെ ശക്തിയും അതിൻ്റെ സൗഖ്യദായകത്വവും ഒക്കെ നാം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം. രണ്ടാമത്, ആ പശ്ചാത്തലത്തിൽ തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗം എൽദായ്ക്ക് തൊട്ടു മുമ്പുള്ള ഞായർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശുവിന് ജന്മം നൽകുന്നതിനായി, അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളുടെ കൽപ്പന അനുസരിച്ച് സെൻസസിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കളായ ജോസഫ് മറിയവും ബേത്ലഹേമിലേക്ക്, അവരുടെ സ്വന്തം നാടായ ബേത്ലഹേമിലേക്ക് പോകുന്ന യാത്രയെ അനുസ്മരിക്കുന്ന ദിവസം. ആ യാത്രയുടെ ഏകദേശം അവസാന ഭാഗത്താണ് ക്രിസ്തു ജനിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നത്. ഈ യാത്രയിൽ പല ആളുകളും പല സംഭവങ്ങളും നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട ഒരു പ്രയാണം. പ്രസവ സമയം എടുത്തിരിക്കുന്ന ഒരു സ്ത്രീ കിലോമീറ്ററുകൾ ദൂരമുള്ള ഒരു മലമ്പ്രദേശത്തൂടെ ഒരു കഴുതയുടെ പുറത്ത് യാത്രയാകുന്നത് എത്ര ആയാസകരമാണെന്ന് നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയം മുതൽ വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അനങ്ങരുത്, മറ്റു ജോലിയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാലത്ത് പരിശുദ്ധ മറിയത്തിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പൊ അങ്ങനെ പ്രയാണങ്ങളുടെ ഒരു ഘോഷയാത്ര ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെ തേടിയുള്ള യാത്രകൾ. ആട്ടിടയന്മാര് ദൈവദൂതന്റെ അറിയിപ്പനുസരിച്ച് ലഭിച്ചതനുസരിച്ച് ആട്ടിടയന്മാര് ദൂരദേശത്ത് നിന്ന് നക്ഷത്രം തേടി വരുന്നു. പുൽക്കൂട്ടിൽ യേശുവിനെ കണ്ട് അവരുടെ സന്തോഷവും ആരാധനയും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കിഴക്ക് വന്ന ജ്ഞാനികൾ ഈ വാർത്ത കേട്ട് വലിയ യാത്ര തിരിക്കുന്ന സംഭവം. ദൈവത്തെ തേടിയുള്ള യാത്രകൾ. ദൈവത്തെ തേടിയുള്ള യാത്രകൾ. പ്രിയമുള്ളവരെ, അവിടെ തീരുന്നില്ല ഈ യാത്രകൾ, അല്ലെങ്കിൽ പ്രയാണങ്ങൾ എന്ന് പറയുന്നത്. അതിനൊരു മറുവശം കൂടിയുണ്ട്. ദൈവത്തെ തേടിയുള്ള യാത്രകൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആരംഭം എന്ന് പറയുന്നത് മനുഷ്യനെ തേടി യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സങ്കല്പത്തിലാണ്. പാപത്തിൽ അന്യരായി തീർന്ന, ദൈവീകതയിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യവംശത്തെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ താൻ ആയിരുന്നത് മുഴുവനും വേണ്ട എന്ന് വെച്ച് സ്വയം മരിച്ച്, അല്ലെങ്കിൽ തന്റെ ദൈവത്വം ഉപേക്ഷിച്ച് മനുഷ്യനായി പിറക്കുന്ന ഒരു ദൈവം, മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവം. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ദൈവം മരിക്കുന്നിടത്താണ് ക്രിസ്തു ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്റെ ദൈവത്വം തനിക്ക് വേണ്ടപ്പെട്ട, നമ്മൾ വേദപുസ്തകത്തിലും അതുപോലെ വിശുദ്ധ കുർബാനയിലുമൊക്കെ, പ്രത്യേകിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവവുമായുള്ള തന്റെ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. ദൈവത്വം ഇല്ല എന്ന് വെക്കുന്ന, വേണ്ട എന്ന് വെക്കുന്ന, തന്റെ സർവമഹിമയും ഉപേക്ഷിക്കുന്ന ദൈവം മരിക്കുന്നിടത്താണ് ക്രിസ്തു ജനിക്കുന്നത്, മനുഷ്യനായി. പ്രിയമുള്ളവരെ, അങ്ങനെ രണ്ട് വലിയ യാത്രകളുടെ, മനുഷ്യനെ തേടിയുള്ള ദൈവത്തിന്റെ യാത്രയും ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെ യാത്രയും
അവസാനിക്കുന്ന ആ പോയിന്റാണ് ക്രിസ്മസ്, എൽദാ പെരുന്നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ യാത്ര ദൈവത്തെ തേടി, ക്രിസ്തുവിനെ തേടിയുള്ള ഈ യാത്രയുടെ ഒരാരംഭമാണ്, ഒരു പടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആചരിക്കുന്ന നോമ്പ്. പുൽക്കൂടൊരുക്കുകയും മറ്റെല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തി ക്രിസ്തുവിനെ തേടി നമ്മൾ യാത്രയാവുകയാണ്. ഇനിയും തുടർന്ന് വരുന്ന 2-3 ദിവസങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ഇനി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ, നമ്മുടെ നോമ്പിലോ നമ്മുടെ ഒരുക്കങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ദിവസങ്ങൾ. മൂന്നാമത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ജോസഫ് എന്തിനാണ് ബേത്ലഹേമിലേക്ക് പോയത്? കഷ്ടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഭാര്യയെ മറിയത്തോടുകൂടി ബേത്ലഹേമിലേക്ക് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് യാത്ര തിരിക്കുന്നത്. ഭരണാധികാരികളുടെ ഒരു കൽപ്പന അനുസരിക്കുക എന്നതിനേക്കാൾ ഉപരി ഭാര്യയുടെ അവസ്ഥ മനസ്സിലാക്കി അത് വേണ്ട, ആ വലിയ യാത്ര വേണ്ടെന്ന് വെക്കാമായിരുന്നു. ഒരു പക്ഷേ സെൻസസിൽ പേര് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജോസഫിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ലേഖന ഭാഗത്തിൽ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, യേശുക്രിസ്തു യൂദാ വംശത്തിലാണ് ജനിച്ചത് എന്നുള്ളതിന് പ്രത്യേക തെളിവുകളൊന്നും വേണ്ട. അതേ യൂദാ വംശത്തിൽ ആണ് ജോസഫിന്റെ വംശം എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സുവിശേഷ ഭാഗം. തന്റെ കുടുംബത്തോടും തന്റെ ചാർച്ചക്കാരോടും തന്റെ പൂർവികരോടുമുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധം അതൊരിക്കലും ഉപേക്ഷിക്കാനോ വേണ്ടെന്ന് വെക്കാനോ നിസാരവൽക്കരിക്കാനോ ജോസഫും കുടുംബവും തയ്യാറായില്ല. കുടുംബത്തോടുള്ള, പൂർവികരോടുള്ള, തന്നെ താൻ ആക്കിയവരോടുള്ള ആദരവും ബഹുമാനവും, അവരോടുള്ള കടപ്പാട്, അതിനെ വിലമതിക്കാൻ ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ. പ്രിയമുള്ളവരെ, ആ വിഷയങ്ങൾ അവിടെ കൊണ്ട് നിർത്തുകയാണ് ഞാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ്, ഏകദേശം 1 മാസം മുമ്പ്, റോജി എന്നെ വിളിച്ചു. അച്ഛാ, എൻ്റെ പള്ളിയിൽ വന്നൊരു കുർബാന ചൊല്ലിത്തരാമോ എന്ന് ചോദിച്ചു. ഞങ്ങളതിൽ കുറേ വർഷങ്ങളായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. നാട്ടിൽ വന്നത് പിന്നെ അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ല. പെട്ടെന്ന് ഇങ്ങനൊരു വിളി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി, എന്താ കാര്യം? റോജി പറഞ്ഞത് ഇതാണ്, എൻ്റെ അച്ചായൻ്റെയും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് വാങ്ങിപ്പോയ മറ്റെല്ലാവരുടെയും ഓർമ്മ ദിവസം ആഘോഷിക്കുകയാണ്. വെറുമൊരു ഓർമ്മ ദിവസം എന്നതിനേക്കാൾ ഉപരി റോജി ആരായിരുന്നെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നാട്ടിലുണ്ടായിരുന്നപ്പോൾ സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു യുവാവ്, ഇപ്പോഴും അത് തുറന്നുകൊണ്ടുപോകുവാൻ മലങ്കരയുടെ ആരാധനാക്രമത്തോടും സഭയുടെ പാരമ്പര്യങ്ങളോടും സഭാപിതാക്കന്മാരോടുമുള്ള ബന്ധവും വിധേയത്വവും അണുവിട തെറ്റാതെ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ യുവാവിന്റെ ഈ പരിശ്രമം കണ്ടപ്പോൾ എനിക്ക് അതിയായ അഭിമാനം തോന്നി. യോസഫ് ബേത്ലഹേമിലേക്ക്, യൂദയായിലെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഇത്രയും വലിയ യാത്ര തിരിച്ച അതേ മാതൃക, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തോടും കുടുംബത്തോടും പൂർവികരോടുമുള്ള തന്റെ കടപ്പാട് കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന, ഇപ്പോൾ അവിടെ അദ്ദേഹം താമസിക്കുന്നതിന് തൊട്ടടുത്ത് ദേവാലയമില്ല. വണ്ടിയോടിച്ച് പോകാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴായിട്ടില്ല. എന്നാലും വിശുദ്ധ കുർബാന കാണണം, അതിൽ സംബന്ധിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം, സഭയോടുള്ള ബന്ധം അതേത് രീതിയിലും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മകൻ. അതിനേക്കാൾ ഉപരി തന്നെ താനാക്കിയ തന്റെ പിതാവിനോടും കുടുംബക്കാരോടും പൂർവികരോടും പിതാക്കന്മാരോടും വൈദിക ശ്രേഷ്ഠരോടുമുള്ള അവന്റെ കടമയും കടപ്പാടും ആദരവും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ആകാശത്തു നിന്ന് പൊട്ടി വീണവരല്ല. ക്രിസ്തു ജനിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് നേരിട്ട് പരിശുദ്ധാത്മാവ് വഴി ജന്മമെടുത്തവര്
എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുകയില്ല. നമുക്കൊക്കെ ഒരു വേരുണ്ട്, നമുക്കൊക്കെ ജന്മം തന്ന മാതാപിതാക്കളുണ്ട്, നമ്മളൊക്കെ ജനിച്ചു വീണ് വളർന്ന ഒരു ചുറ്റുപാടുണ്ട്, കുടുംബമുണ്ട്, ഒരു നാടുണ്ട്, ഒരു ഇടവക സമൂഹമുണ്ട്. ഈ വേരും ഈ ബന്ധവുമാണ് നാം ഏതു ദൂരത്ത് എവിടെ പോയിരുന്നാലും അവിടെയൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നതും വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. ഇന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന്, ഈ ഇടവകയിൽ നിന്ന് ഒക്കെ വാങ്ങിപ്പോയ എല്ലാ സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. അതുവഴി സമൂഹത്തിന്, ഈ ഇടവകയ്ക്ക്, സഭയ്ക്ക് വന്നതായ നന്മകളെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി നമുക്ക് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. Barquemor stomen kalos നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വർഗസേനകളാൽ അദൃശ്യമായി സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നവനും രക്ഷണ്യ വ്യാപാര പ്രകാരം പ്രകൃതിഭേദം കൂടാതെ യഥാർത്ഥത്തിൽ ഞങ്ങളോടുകൂടെ സംസർഗം ചെയ്തവനും ഗോകുൽത്തായുടെ മുകളിൽ ബലിയർപ്പിക്കപ്പെട്ട് നീതീകരണമുണ്ടാക്കുന്നതും പരിശുദ്ധവുമായ രക്തം വിലാവിൽ നിന്നൊഴുക്കി തന്ന് ലോകത്തിന് പാപപരിഹാരം നേടിയ അദൃശ്യനും അജ്ഞേനുമായ കർത്താവിന് സ്തുതി. കണ്ടാലും വിശുദ്ധ സഭയിൽ പുരോഹിതന്മാർ വഴി അവന്റെ ശരീരവും രക്തവും വിഭജിക്കപ്പെടുന്നു. ഭക്ഷിക്കപ്പെട്ടിട്ടും ശരീരമില്ലാതാകുന്നില്ല, പാനം ചെയ്തിട്ടും രക്തം കുറഞ്ഞു പോകുന്നുമില്ല. സ്വർഗീയർ അവനെ സ്തുതിക്കുകയും ഭൗമികർ അവനിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ദൈവികമായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനസ്സുകളിൽ നിന്നും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കുലഹുന്യൗമോസോ ദഹായാൻ ലഉൽമീ. ബാരഖ്യമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, അങ്ങേ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും അങ്ങിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ദേഹികളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ്
അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഹോശോ വബുകുൽ സ്വാൻ ലോൽമീ. ശ്രേഷ്ഠനും മഹാകാരുണ്യവാനും സകലവും പൂർണ്ണമാക്കുന്നവനുമായ ദൈവമേ, എല്ലാം നിനക്ക് വെളിവായിരിക്കുന്നു. നീ മനുഷ്യരുടെ മാത്രമല്ല, മാലാഖമാരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും സകല രഹസ്യങ്ങളും പരസ്യമാക്കുകയും ചെയ്യുന്നവനുമാകുന്നു. കർത്താവേ, ഈ സമയത്ത് കരുണയോടും ദയയോടും കൂടെ എന്നെ നീ വീക്ഷിക്കണമേ. തിരുമുഖം എന്നിൽ നിന്നും തിരിക്കരുതേ. ഞാൻ അയോഗ്യനായിരിക്കെ നിന്റെ വിശുദ്ധ ബലിപീഠത്തെയും ആധ്യാത്മികവും രക്തം ചിന്തൽ കൂടാത്തതുമായ ഈ ബലിയെയും സമീപിക്കുന്ന ഈ അവസരത്തിൽ ബലഹീനനായ എന്നിൽ നിനക്ക് വെറുപ്പ് തോന്നരുതേ. കർത്താവേ, ഞങ്ങൾ മനസ്സ് തിരിഞ്ഞ് തിരുമുൻപാകെ ജീവിക്കുവാൻ ഞങ്ങളുടെ അനുതാപത്തിനായി നോക്കിപ്പാർക്കുന്നവനാണല്ലോ നീ. നീ കാഴ്ചകളെ കൈക്കൊള്ളുന്നവനും പിതാവിന് സ്വയം കാഴ്ചയായി തീർന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനോട് നിന്റെ അർപ്പണം വഴി ഞങ്ങളെ നീ അടുപ്പിച്ചു. ഈ സമയത്ത് നിങ്ങളിലേക്ക് നോക്കി നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ജീവദായകമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം കരുണാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ശരീരം സ്വീകരിക്കുവാനായി എന്റെ കൈകൾ വെടിപ്പോടെ നീട്ടുവാൻ തക്കവണ്ണം ദയാപുരസരം എന്റെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ. നീ കാണുന്ന പ്രകാരം നിന്റെ ശരീരത്തെ ദർശിക്കുവാൻ എന്നിൽ വിശ്വാസമുളവാക്കണമേ. ആത്മീക നയനങ്ങളാൽ നിന്നെ കാണുവാനായി എനിക്ക് കണ്ണുകൾ തരണമേ. ഞാൻ സ്വയം വിസ്മരിച്ച് നിന്നെ മാത്രം സ്മരിക്കുമാറാകണമേ. എന്റെ ആന്തരിക നയനങ്ങൾക്ക് മുൻപിൽ നീ മാത്രം ചിത്രീകരിക്കപ്പെടണമേ. മഹോന്നതങ്ങളിൽ നിന്ന് നിന്റെ പരിശുദ്ധ റൂഹ ഈ ദിവ്യരഹസ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ഈ സമയത്ത് ഭൂമിയിൽ നിന്ന് ഞാൻ ആത്മാവിൽ സ്വർഗത്തിലേക്ക് കരയേറുമാറാകണമേ. ഈ അപ്പത്തിൽ നിന്റെ ശക്തി നിവേശിപ്പിക്കപ്പെടുകയും ഈ വീഞ്ഞ രൂപാന്തരം പ്രാപിച്ച് നിന്റെ രക്തമായി പരിണമിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് എന്റെ ജീവൻ നിന്റേതിൽ കലർത്തപ്പെടുമാറാകണമേ. എന്റെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങൾ ഈ സമയത്ത് എന്നിൽ നിന്നും കഴുകിക്കളയണമേ. എന്നാലോ അനുഗ്രഹ സമ്പൂർണനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഈ പാവപ്പെട്ടവൻ ലജ്ജയോടെ തിരിച്ചു പോകുവാനിടയാകരുതേ. എന്റെ കർത്താവേ, ഇവന്റെ കൈകളും കാലുകളും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുവീനെന്നുള്ള വേദനാജനകമായ ശബ്ദം ഞാൻ കേൾക്കുമാറാകരുതേ.
എന്റെ ബലഹീനതയിൽ നീ എനിക്ക് കൈനീട്ടി തരണമേ. നിന്റെ കൃപയാൽ നീ എനിക്ക് വിമോചനവും വിമോചകനുമായിരിക്കണമേ. ഭയങ്കരവും മഹനീയവുമായി ബലി ഞങ്ങളുടെ രക്ഷയ്ക്കും നിന്നിലുള്ള ശരണത്തോടുകൂടെ ഞങ്ങൾക്ക് മുൻപായി നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ വീണ്ടെടുപ്പിനും നിന്റെയും വാഴ്ത്തപ്പെട്ടവനും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ചവനുമായ നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും നേർക്കുള്ള നിത്യകൃതജ്ഞതാ പ്രകടനത്തിനും നിദാനമായി തീരുവാൻ തിരുവിഷ്ടമുണ്ടാകണമേ. ലിഹിദോയോ ബ്രോക് വൽറുഹോദിലോ ഖാദീശോ ഹോശോ വബുകുൽ സ്വാൻ ലോൽമി. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷകൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. മെനാലോഹോന് കാബേൽ ഹുസോയോദ് ഹൗബേ ഉശുബ്ഖോനോദഹത്തോഹേ പത്രായുഹുൻ ഒൽമേലോലം അൽമീ. Enobdom hilo hatoyo enevimar Kadish Abo Kadisho Kadish Bro Kadisho Dam Kadesh lefirmed hatoye abde kaduhoes Mesraham al nafshosan al nafshoso dabohain Wadahain wadarabonan wadamalponan Wadanidain wadakulahunani demhaimne Yaldadito kadisto Patrayhun Olmelolam olmi. ജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പന്ത്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോഹത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികോ സ്നേഹികോ ഏകോംശതമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
പാപമോചനത്തിലുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഏർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴിക ഇതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഇതു കരുണയുടെ ദയവിന്റെ സമയം, സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം. Barquemos tomen calos. ജീവനുള്ളവനും മഹാകാരുണ്യവാനും സംശയരഹിതമായി തന്നെ വിളിക്കുന്നവർക്ക് നീതിപൂർവ്വം മറുപടി അരുളുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഏകസ്വരത്തിൽ നിന്നോട് യാചിക്കുന്ന ഞങ്ങൾക്ക് വിശുദ്ധ ചുംബനത്താൽ ഐകമത്യത്തോടുകൂടെ അന്യോന്യം സമാധാനം കൊടുക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, സകല ഭിന്നതകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിന്റെ സ്നേഹബന്ധത്താൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. നിന്റെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ കൽപ്പിച്ചയക്കണമേ. തന്മൂലം ഞങ്ങൾ നിന്റെ സത്യാരാധകരും നിന്റെ ശാശ്വത നന്മകളിൽ പങ്കാളികളുമാകുത്തീരുവാനിടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവേ, നീ സഹായങ്ങളുടെ നിക്ഷേപവും നന്മകളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഇല്ലായ്മയിൽ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ നിന്റെ ദൈവീക ദാനങ്ങളുടെ അക്ഷയധനത്താൽ സമ്പന്നരാക്കണമേ. പിതാവായ ദൈവമേ, നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും മഹത്വത്തെ പ്രഖ്യാപിക്കുന്ന വിശുദ്ധജനവും രക്ഷിക്കപ്പെട്ട സമൂഹവുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. ഓശോ വബുകുൽ സ്ബാൻ ലോൽമീ. ബാറിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം.
എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. Shaudhopuso magnono sodruho kadisho tehve amkul kunahai lulmi. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, അശരീരികളായ സകല സ്വർഗീയ സൈന്യങ്ങളും അഗ്നിമയന്മാരും തേജോധാരികളുമായ സേനാവ്യൂഹങ്ങളും ശക്തന്മാരായ ക്രോപേന്മാരുടെ ജ്വലിക്കുന്ന സംഘങ്ങളും ചിറകടിച്ചു നിന്നുകൊണ്ട് സ്തുതിക്കുന്ന ശ്രോപേന്മാരുടെ ഭയങ്കര നിരകളും നിന്റെ മഹിമ പ്രതാപത്തെ സ്തുതിച്ച് ഇപ്രകാരം ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും തകർന്നിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുപാടിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. Natidvodan kabel mautos biono yodhlofain hatoye haudulohto balilio haudube mestalem havo holof haedu almo furkono kadan sab lahmo alidao kadisho so wadlo mumlo muthawsho so Havilok aloho abo kadaudi Barakumo Mare Ukades Vakso Yavle talmide dile kadoma sabakul mene hono isa fagrodil haud halof aikun vahlof sagiye meskase umesi heblo shubkono dato he wal haye dalolam walmi Koso men bosar Dahshem khadmazek men hamro Umen mayo audi Barakumo Mare Ukades
יבלהון כדלהון לתלמידי דילי ושליחי חדישי קדומה סבא כולמני honor Isau dumodil haud diati kihdato haud halofai kun maghluk sagie meskese umesihe blashubkono dahto he walhaye dalolam walmi ഈ ദിവ്യരഹസ്യങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുവീനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശ്ലീഹന്മാരോട് കൽപ്പിച്ചു. പ്രതിഫലം കൊടുക്കുന്ന പുനരാഗമനത്തെയും ഓർമ്മിക്കുകയും കർത്താവായ നിനക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നീതിപൂർവമായ നിന്റെ വിധിയുടെ ആ അന്ത്യദിവസത്തിൽ ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങൾ അഗ്നിക്കിരയായി തീരരുതേ. അഗ്നിസമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതിനോ അതിന്റെ അലകളാൽ മർദ്ദിക്കപ്പെടുന്നതിനോ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങളെ നെടുവീർപ്പിനവകാശികളും ദണ്ഡനങ്ങൾക്ക് വിധേയരുമാക്കി തീർക്കരുതേ. ഞങ്ങൾ അന്ധകാരവാസികളോ ഉത്കണ്ഠ നിറഞ്ഞവരോ ഭയങ്കര സ്ഥലങ്ങളിൽ വസിക്കുന്നവരോ നിന്റെ രാജ്യത്തിന് അന്യരോ നിന്റെ സഹവാസത്തിൽ നിന്നും നിരോധിക്കപ്പെട്ടവരോ ആയിത്തീരരുതേ. പിന്നെയോ നിന്റെ വിരുന്നിൽ പരിചാരകരോടും ക്ഷണിക്കപ്പെട്ടവരോടും കൂടെ ഞങ്ങളെയും സന്തോഷിപ്പിക്കണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദേവോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പേ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. അനിൻമൊറിയോ 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 ഉസ്വസ്രാഹ അലാ കുരിയേലായിസോ കുരിയേലായിസോ കുരിയേലായിസോ. ഐഖാനോ ദബ്യാദ് മഗ്നോനു സേ നഖ്വേ ലഹ്മോ മെൻഹോനു ഫഗ്രോദം ശീഹോ ആലോ ദീലാ. ആമേൻ.
ബഖോസോഹോനോ നെമേദുബോ ദിലേദം ശിഹോ ആലോ ദിലാ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും വിശ്വാസ സംബന്ധമായ യഥാർത്ഥ ജ്ഞാനവും ദൈവഭയത്തിൽ ജീവിക്കുന്നതിനുള്ള സ്തുത്യർഹമായ അഭിവാഞ്ചയും നിത്യജീവനിലുള്ള ഓഹരിയും നൽകണമേ. നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ ഉപയോഗിച്ചിരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബസിലിയോസ് ക്ലിമീസ് കാതോലിക ബാബയ്ക്ക് വേണ്ടിയും നമ്മുടെ ദിവ്യരാവസനത്തിന് മേൽപ്പെട്ടക്കാരൻ ആബുൻമോർ കൂറിലോസ് മുദ്രാപുരത്താക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിഷന്മാർ ശമാശന്മാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തു സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സഭയ്ക്കും അതിന്റെ ഇടയന്മാർക്കും ആയുഷ്പര്യന്തം ന്യായപ്രമാണ വിധികൾക്കനുസരിച്ച് നിന്റെ അജഗണത്തെ നയിക്കുവാൻ കൃപ നൽകണമേ. ആത്മീക ശത്രുക്കളിൽ നിന്നും നിന്റെ ഇടവക മുഴുവനെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. വിശ്വാസമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തോടുകൂടെ നിന്നെ വിളിച്ചപേക്ഷിക്കുകയും തിരുനാമത്തെ പ്രതി നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നീ സഹായിയായിരിക്കണമേ. നിന്റെ വിശുദ്ധ സഭയെ സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. തന്മൂലം നീ നിന്റെ ഏകജാതനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സ്തുതിക്കപ്പെടുവാനിടയാക്കണമേ. ഓശോ വബുകുൽ സ്ബാൻ ലോൽമീ. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസമുള്ള നിന്റെ ജനത്തിന് മുഴുവൻ യുദ്ധങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും നിർദ്ദയരായ അക്രമികളുടെ പീഡനങ്ങളിൽ നിന്നും പരിപൂർണ മോചനം നൽകണമേ. സമസ്ത ലോകത്തെയും നിന്റെ സമാധാനത്തിലും ശാന്തിയിലും പരിപാലിക്കണമേ. തന്മൂലം സമാധാനവും ശാന്തിയുമുള്ളവരായി ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹതയും നിത്യകനികയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗർ ഏവങ്കേലിയോസ്തന്മാർ സഹോദയന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യമായ സാക്ഷ്യത്തോടും ധീരമായ മനസ്സോടും ശ്രേഷ്ഠമായി പോരാടുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമേ.
തന്മൂലം നിനക്കായി ജീവിച്ചിരിക്കുന്നവരും നിന്റെ സന്നിധിയിൽ സുരക്ഷിതരുമായ വിശുദ്ധരോട് ഞങ്ങൾ സദൃശരായി തീരണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാരിക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ആധ്യാത്മികമായി ഞങ്ങൾക്ക് ജന്മം നൽകുകയും ദൈവഭയത്തിൽ ഞങ്ങളെ വളർത്തി പരിപോഷിപ്പിക്കുകയും ചെയ്ത പുണ്യശ്ലോകരായ ആത്മീയ പിതാക്കന്മാരെയും വൈദികരെയും നീ ഓർമ്മിക്കണമേ. നിന്റെ വിശുദ്ധ സഭയെ മാർഗഭ്രംശം വരാതെ നിത്യജീവനിലേക്ക് നയിച്ച ആ വിശുദ്ധ പിതാക്കന്മാരുടെ സംഘത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുവാൻ നിനക്ക് തിരുവുള്ളം തോന്നണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്നും വേർപെട്ടു പോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തെ അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സുഖരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയിലായുസോൻ എന്ന് ചൊല്ലണം. ആത്മശരീരങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, സകല പരേതരെയും ദയാപൂർവം അനുസ്മരിക്കണമേ. അവർക്ക് വേണ്ടി നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാന നിനക്ക് സ്വീകാര്യമായി തീരണമേ. നിന്റെ മിശിഹായുടെ സ്നേഹിതർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് അവരെ അർഹരാക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ തിരുമുമ്പിൽ ഞങ്ങൾ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും സകല പ്രമാണ ലംഘനങ്ങൾക്കും നീ പരിഹാരമായിരിക്കണമേ. ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾ നീ ഓർമ്മിക്കരുതേ. ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നെടുവീർപ്പുകളിൽ നിന്നും അകന്നവരായി ഈ ലോകത്തിൽ ഞങ്ങളെ നീ നടത്തി വരുവാനുള്ള ലോകത്തിലെ സന്തോഷ ഭവനങ്ങളിൽ ഞങ്ങളെ എത്തിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഇവിടെയും അവിടെയും ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തി മഹത്വപ്പെടുത്തുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തലമുറ തലമുറയായി കാലകാലങ്ങളോളം സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഹവോൻ റഹ്മവോ ദാലോഹോ റാബോ ഉഫോറുഖോ ദിലാനേശും ശിഹോ അംകുൽ ഖുനാഹായ് ലോൽമീ.
കൂടയോനെ നിൻ വാവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഉത്തുന്നു ദാസനാമം കൂറിനാസോ ബാർഖ്യമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും നിന്റെ പ്രിയപുത്രൻ മുഖാന്തരം ജീവന്റെയും രക്ഷയുടെയും മാർഗം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത സർവാധിപതിയും ഇരു ലോകങ്ങളുടെയും യഥാർത്ഥ പിതാവുമായ കർത്താവേ, ഇപ്പോൾ ദയാപൂർവം ഞങ്ങളോട് വർത്തിക്കണമേ. സർവശക്തനും പരിശുദ്ധനും സ്വർഗീയ പിതാവുമായ നിന്നെ പരമാർത്ഥതയോടെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയും നാവും വെടിപ്പാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇത് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ബലഹീനരായ ഞങ്ങളെ സഹായിക്കുകയും തുണയ്ക്കുകയും പരീക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർഖ്യമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ത്രിത്വമായി ആരാധിക്കപ്പെടുകയും പരിശുദ്ധനായി സ്തുതിക്കപ്പെടുകയും ഏകനായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന സർവാരാധ്യനായ കർത്താവേ, ഈ ദിവ്യരഹസ്യങ്ങളിൽ വിശുദ്ധിയോടുകൂടെ പങ്കുകൊള്ളുവാൻ വേണ്ടി തിരുമുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ.
Tehve Thaibuso Rahmede Datliso Yoso Kadisto Am Shabuto Lobriso Isioito Om Thumaithos Kito Shaviash Buzia Am Kulkunahai Lulmi ബാരഖ്യമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവാ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ്, പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ മറുകായുമല്ലാതെ പരിശുദ്ധമില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. താം ദൈവസുതൻ ആയുഷ്കാലത്തെ ചൊല്ലി തന്ന കാലരെയോർക്കേണം. അയ്യനായി നാട്ടും എന്നേക്കും ഒന്നിച്ചേരുമവർ ആശ്വാസം ജന്മദിനമാഘോഷിക്കുന്ന നയന മാത്യു തോപ്പിൽക്കളത്തിൽ, മോനി തോപ്പിൽക്കളത്തിൽ, ടിജോ ജോൺ വാലഞ്ചേരിൽ എന്നീ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം അവർക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജ മോഹിപ്പാൻ ഹല്ലേലൂയ യോ ഹല്ലേലൂയ. നിൻ ജനമോത്തായ പിതൃഗ്രഹവും പാർക്കുമോ. ശുഭോല ബോല ബുറോ വല്ല
അവർ പ്രാർത്ഥനകൾ ആത്മാവിനു കോട്ട ബാരക്കുമോ. ദൈവാംബിക കന്യാ മറിയാമിൻ ആയി പരിമളം രൂപസുരുൾ വായുവിലുയരുന്നു മുറിയോരാവി ആലയിക്കുവാതാരേ. ഞങ്ങൾക്കായുള്ളർത്ഥനമീ ഏകാത്മജനോ പ്രവർത്തിക്കാം. ഞങ്ങളിലാർദ്രത നയവാൻ പന പോലെ തളിർത്തിടുമേ. ഹാലേലൂയ. വളരും അവൻ ലബനോനിലെ കാരകിൽ പോൽ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹാലേലൂയ. വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ. വെങ്കോലം വാദാമല്ലോലം മീനാമി. ഒരു പോലിങ്ങും മോറിയൗസേ. വാനിലും അതുമോ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോത്ത സ്തോമൻ താലോ കുറിയായിസോ. നിർമ്മലനി ബീമാരെ രാജ്യസുതശ്ലീഹൻ മാരെ. പാപാധീനങ്ങൾ താഴായ്വാൻ പ്രാർത്ഥിപ്പിൻ ബാരക്കുമോ. മത്സഹദേന്മാരാ ദൈവത്തിൻ ദാസൻ മാരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കോട്ടകളങ്ങൾ കാക്കട്ടെ. മുറിയോറായി അലൈനുവാദാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ശീടാ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ. ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളോ. ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. വെങ്കോലം വാദാമല്ലോലം മീനാമി. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരുദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബരീനം കരുതി സായ്ക്കാൻ സ്തോമൻ കാലം കുറിയായിസോ. ഉയരേകുന്നു രാജ
കബറുകളുള്ളിൽ നിന്നിൻ അവരവരുയരോടേഴു നീച്ചു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു വാഴ്ത്തുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വീണായ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കരുളിനു മഹത്വം ഉരിയോരായി ആലയോ ആധാരം മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം കൃത്വത്തെ സ്തുതി ചെയ്തോരാ ഹൃദയം കൈക്കൊണ്ടേടണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായും വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യനവീകരണത്തിനും വേണ്ടി വീണ്ടും വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പുണ്യപ്പെടുത്തുന്നതായ നിന്റെ യാഗപീഠത്തിൽ നിന്നും നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി അങ്ങേ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നതനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇവയ്ക്കായി പരിശ്രമിച്ച് ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാവരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നാഥാ കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമുത്തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. കൃപ തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. രക്ഷകനോരം ചെയ്ത എന്നെ രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ.
ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവകൈ കൊള്ളുവോനേ വാസം ചെയ്യും സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയിൽ മഹിമാമോടി സദനി ആർക്കും ഹൃദയേ എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങേ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്ന പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതി പാടും കബറടഞ്ഞോർന്നു ശരണം നീ മൃഗത്തിൽ ഉയർത്തി നീ തന്നെ കർത്താവേ, ഈ കൃപാനാനുഭവം മൂലം നിന്റെ ദൈവത്വത്തിന്റെ ആന്തരിക കിരണങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിച്ച അവർണ്ണനീയമായ നിന്റെ കൃപയ്ക്ക് അനവരതമായ സ്തുതിയും അനന്തമായ സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ കൃപാനാനുഭവം മൂലം കടാത്ത അഗ്നിയിൽ നിന്നും നിത്യശിക്ഷയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മിശിഹാ കർത്താവേ, വിശ്വാസികളായ നിന്റെ ജനത്തെ സകല ഭിന്നതയിൽ നിന്നും പരിഭ്രമത്തിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്നുള്ള നന്മകളും വാഴ്വുകളും സന്തോഷവും സമാധാനവും പ്രാപിക്കുമാറാകണമേ.
ഇവയ്ക്കെല്ലാം വേണ്ടി ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുചിയാക്കണമേ മലിനതയെല്ലാം തിരുസോപ്പായ ഓർക്കരുതേ എൻ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം തിങ്ങും ലോകനിവാസം വിട്ടോർക്കെല്ലാം ശോഭനമാകും ശാശ്വത സ്വർഗേ ഏകുകമോദം. സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള ശ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ കരുണ കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ. എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ കൃപ സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ വലിയ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ സെന്റ് ജോസഫ് എടത്തിക്കാവ് ദേവാലയത്തിൻ്റെ ക്രിസ്മസിൻ്റെ ശുശ്രൂഷകൾ 24-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 9:30 മുതലായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത്. പതിനാ കുർബാനയ്ക്ക് നമ്മുടെ ഇടവകയിലെ എല്ലാ മക്കളും കടന്നു വരണമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. കടമുള്ള തിരുനാളാണ്. ആഘോഷങ്ങൾക്കപ്പുറമായി ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ നമ്മൾ നൽകിയ വലിയ എന്നുള്ള ഒരു അപരാധങ്ങൾ
ഭാഗ്യത്തിൽ അനന്തമായി ചേർത്തിടേണമേ. കാരുണ്യം നിധിയാം ദേവാ, കനിവോടെ അനുഗ്രഹിക്കൂ. പരിശുദ്ധാത്മാവേ,